Hey guys, welcome back to our YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ പൂരം എക്സിബിഷൻ 2024 വിശേഷങ്ങളിലേക്കാണ്. ആദ്യം തന്നെ വരുമ്പോൾ കുറേ ബെഡ്ഷീറ്റിൻ്റെ സ്റ്റോൾസാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ കുറച്ച് ഇങ്ങനെ ഫർണിച്ചേഴ്സും പിന്നെ പാത്രങ്ങളുടെ ഒരു ലോകം തന്നെയാണ്. കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാത്രങ്ങൾ, പിന്നെ വീട്ടിൽ ആവശ്യമുള്ള കൊട്ട, മറ്റേ കോരി, പിന്നെ കത്തികൾ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സെക്ഷനാണ്. നെക്സ്റ്റ് ആയിട്ട് ക്യാപ്പുകളാണ്. ക്യാപ്പുകളുടെ ഒരു വലിയ ലോകം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കുറച്ച് ഭയങ്കര വീട്ടിലേക്ക് വേണ്ട ഭരണികൾ, കപ്പുകൾ, അതിൻ്റെ തന്നെ അടിപൊളി കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കുറേ പുതിയ കളക്ഷൻസും കുറേ പണ്ട് തൊട്ടേ കാണുന്ന കളക്ഷൻസും. പിന്നെ കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനാണ് ടോയ്സ്. എപ്പോഴത്തെ പോലെ തന്നെ അടിപൊളി കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹെയർ ബാൻഡ്, സ്ലൈഡ്, ഓർണമെൻറ്റ്സ്, അങ്ങനെ ഫാൻസി ഐറ്റംസ് കുറേ കളക്ഷൻ. പിന്നെ കുറേ ബാഗുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഭയങ്കര കുറേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല തിരക്കായിരുന്നു പോയ സമയത്ത്. അത് കാരണം എത്രത്തോളം അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് അറിയില്ല. പിന്നെ കുറേ ഡിഫറെൻറ്റ് ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പഴയകാല മിഠായികളാണ്. അത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കുറേ നമ്മുടെ പണ്ടത്തെ കാലത്തുള്ള മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും 30 രൂപയായിരുന്നു. കുറേ മിഠായികളുണ്ടായിരുന്നു. പിന്നെ വീണ്ടും കീ ചെയിൻസ്, പിന്നെ പേന, അതേപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഭയങ്കര ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ള കുറേ ആക്സസറീസ്, പിന്നെ മാറ്റ്, പിന്നെ കുറച്ച് ഡ്രസ്സുകളുടെ സെക്ഷനായിരുന്നു. പലാസോ, അതേപോലെ തന്നെ കുട്ടികളുടെ ഉടുപ്പ്, അതിനൊക്കെ 200 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ ഭയങ്കര വർത്തായിട്ട് എനിക്ക് തോന്നി. പിന്നെ പലാസോൻ്റെ കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ ഷോൾസ് ഉണ്ട്, അതേപോലെ കുറച്ച് കുർത്തി, അങ്ങനെ. പിന്നെ ഇത് ഒരു ആയുർവേദിക് ഷോപ്പായിരുന്നു. നമുക്ക് ഇങ്ങനെ ആയുർവേദിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പിന്നെ വീണ്ടും നമ്മളിത് കുറേ തൊപ്പികളുടെ സെക്ഷനിലേക്കാണ്. ഇവിടെ തൊപ്പികളുടെ ഒരു ലോകം തന്നെയാണ്. ഇഷ്ടം പോലെ തൊപ്പിയുണ്ട്. ഏത് കളർ, ഏത് ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ വാച്ചുകളുണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വാച്ചുകൾ. പിന്നെ മറ്റേ ഈച്ച, പല്ലി, അവരുടെയൊക്കെ കീടനാശിനികൾ. വീണ്ടും കുറച്ച് ആക്സസറീസാണ്, ഓർണമെൻറ്റ്സൊക്കെ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബാഗ്സ്, ക്യൂട്ടും എസ്തറ്റിക് ആയിട്ടുള്ള കുറേ ബാഗ്സ്, സ്ലൈം, ടോയ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കാണാനും കണ്ടു നടക്കാനൊക്കെ ഭംഗിയാണ്. എല്ലാം കുറേ റേറ്റൊന്നും ചോദിക്കാൻ പറ്റിയില്ല. കുർത്തി, ആ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. കടയൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഡിഫറെൻറ്റ് സ്നാക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിലതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ഐ മീൻ ചിപ്സ്. വീണ്ടും കുറേ മിഠായികളുണ്ടായിരുന്നു. ഊട്ടി സ്പെഷ്യൽ ഫ്രൂട്ട്സ് മസാല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ചിങ്ങനെ മസാലകളും അതേപോലെ തന്നെ കുറേ പപ്പടം, അങ്ങനത്തെ മിഠായികളും. പിന്നെ വീണ്ടും ടോയ്സ്, ഇങ്ങനെ മറ്റേ ഹൗസ് ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് ടോയ്സിൻ്റെ ഒരു കടയുണ്ടായിരുന്നു. ഇവിടെ മറ്റേ മാജിക് ഡിജിറ്റൽ ബോർഡ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ റൈറ്റ്സിൻ്റെ സെക്ഷനാണ്. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ റൈറ്റ്സിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഫൗണ്ടെയിനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബജിയുടെ സെക്ഷനാണ്. ഭയങ്കര അടിപൊളി മണമാണ് കേട്ടോ. ഒരു ബജി പോലും കഴിക്കാണ്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ കോളിഫ്ലവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ISROയുടെ അവിടെ ഒരു കുറച്ച് നമ്മുടെ ചന്ദ്രയാൻ, അങ്ങനെ കുറച്ച് വിക്ഷേപണങ്ങൾ, സ്പേസിനെ പറ്റിയിട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതന്നെ ഇങ്ങനത്തെ കുറേ മോഡൽസും സ്റ്റിൽ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.